കോഴിക്കോട് സാമൂതിരിയുടെ സാമന്തന്മാരാണ് മല്ലിശ്ശേരി ഇല്ലക്കാർ. ദേവസ്വം റെക്കോർഡ് പ്രകാരം ഗുരുവായൂരപ്പന്റെ കാരണവ സ്ഥാനം. വളരെ വർഷങ്ങൾക്ക് മുൻപ് മല്ലിശ്ശേരി മനയിൽ ഒരു കൃഷ്ണൻ നമ്പൂതിരി ഉണ്ടായിരുന്നു. 64 വയസ്സ് പ്രായം. വിവാഹിതനാണെങ്കിലും മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ വഴിപാടുകൾ നേർന്നു. പക്ഷേ ഫലമൊന്നും കിട്ടിയില്ല. അവസാന ശ്രമമെന്ന വണ്ണം ഒരു പ്രശ്നവിചാരം നടത്തി. അപ്പോൾ കണ്ടത് തിരുമേനിക്ക് സ്വത്ത് ധാരാളം ഉണ്ടെങ്കിലും ദാനധർമാദികൾ നടത്താറില്ല. അതായിരുന്നു ഈ ദുഃഖത്തിനു കാരണം. അങ്ങനെ പ്രശ്നവിചാരം അറിഞ്ഞ നമ്പൂതിരിപ്പാട് ധാരാളം ദാനധർമ്മങ്ങൾ നടത്താൻ തുടങ്ങി. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് അലഞ്ഞു നടന്നിരുന്ന കുട്ടികൾക്കും സാധുക്കൾക്കും വസ്ത്രവും ഭക്ഷണവും ഒക്കെ ദാനം ചെയ്തു. കാലം കടന്നപ്പോൾ അന്തർജനം ഗർഭിണിയായി. സന്തോഷവാനായ തിരുമേനി ഗുരുവായൂരപ്പന് പല വിശേഷ വഴിപാടുകളും കഴിച്ചു. തന്റെ വംശപരമ്പര നിലനിർത്തുവാൻ തനിക്ക് ഒരു പുത്രസന്താനത്തെ തരണമേ എന്ന് അദ്ദേഹം അകമഴിഞ്ഞു പ്രാർത്ഥിച്ചു. കൂടാതെ ആ ഉണ്ണിക്ക് കൃഷ്ണൻ എന്ന പേരിട്ട് വിളിക്കാമെന്നും തുടർന്ന് കുടുംബത്തിലെ എല്ലാ തലമുറയിലും ഉണ്ടാകുന്ന ആദ്യത്തെ പുരുഷ സന്താനത്തിന് കൃഷ്ണൻ എന്ന് നാമകരണം ചെയ്യണമെന്ന് വ്യവസ്ഥയും എഴുതിയുണ്ടാക്കിച്ചു. അങ്ങനെ ഏതായാലും തിരുമേനിയുടെ പ്രാർത്ഥന ഫലിച്ചു. ചിങ്ങത്തിലെ തിരുവോണത്തിന് അദ്ദേഹത്തിന് ഒരു പുത്രൻ ഉണ്ടാവുകയും കൃഷ്ണൻ എന്ന് നാമകരണം ചെയ്യുകയും ഉണ്ടായി. അദ്ദേഹം തുടർന്നും ദാനധർമ്മങ്ങൾ നടത്തിപ്പോന്നു. പാവപ്പെട്ട കുട്ടികൾക്ക് ഉണ്ണിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് ഓണക്കോടി വിതരണം മുടങ്ങാതെ നടത്തി. മല്ലിശ്ശേരി ഉണ്ണി വളർന്ന് ഉപനയനം നടത്തേണ്ട സമയമായി. ചിങ്ങമാസത്തിൽ ഓണസമയത്താണ് ഉപനയനം നിശ്ചയിച്ചത്. ആ സമയം പതിവായി ക്ഷേത്ര പരിസരത്തെ അനാഥ കുട്ടികൾക്ക് വാങ്ങിക്കുന്ന ഓണക്കോടിയോടൊപ്പം സ്വന്തം ഉണ്ണിക്കായി ഒരു മേൽത്തരം പാവുമുണ്ട് കൂടി വാങ്ങി. ശുദ്ധഹൃദയനും ദാനശീലനുമാണെങ്കിലും സ്വന്തം ഉണ്ണിക്ക് വേണ്ടി എന്ന ഒരു തോന്നൽ തിരുമേനിക്കുണ്ടായത് സ്വാഭാവികം. എന്നാൽ ശ്രീലകത്തിരിക്കുന്ന സാക്ഷാൽ ഉണ്ണി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഈ മുണ്ട് തനിക്ക് കിട്ടണമെന്ന് ഭഗവാനും വിചാരിച്ചു കാണും. അങ്ങനെ കോടി വിതരണം നടത്തുന്ന ദിവസമെത്തി. ദീപാരാധന ശേഷം രാത്രിയിലാണ് കോടി വിതരണം ചെയ്തത്. സ്വന്തം ഉണ്ണിക്കായി വാങ്ങിയ കോടി തിരുമേനി മാറ്റിവെച്ചിരുന്നു. എല്ലാ കുട്ടികൾക്കും കോടി വിതരണം ചെയ്ത് ഉണ്ണിക്കുള്ള വിശേഷപ്പെട്ട മുണ്ടുമായി തിരുമേനി പോകുവാനിറങ്ങിയപ്പോൾ കണ്ടാൽ സുന്ദരനായ ഒരു കുട്ടി തിരുമേനിക്ക് മുൻപിലെത്തി കൈനീട്ടി. നല്ല സ്ത്രീത്വമുള്ള ഒരു മുഖം. തിരുമേനിയുടെ പുത്രന്റെ അതേ പ്രായം. എന്താ ഇത്ര വേഗം പോകാറായോ? നട അടച്ചില്ലല്ലോ, എന്റെ മുണ്ടെവിടെ എന്ന് ചോദിച്ച് കുട്ടി തിരുമേനിയുടെ നേർക്ക് കൈനീട്ടി. അപ്പോൾ മല്ലിശ്ശേരി തിരുമേനി പറഞ്ഞു, മുണ്ടുകളെല്ലാം കൊടുത്തു കഴിഞ്ഞല്ലോ, എന്താ ഇത്ര വൈകിയത്? ഇനി അടുത്ത വർഷമാകട്ടെ. അപ്പോൾ ആ ബാലൻ അവിടെ കൂടി നിന്ന എല്ലാവരും കേൾക്കെ പറഞ്ഞു, വലിയ ദാനധർമ്മിഷ്ഠനാണ് മല്ലിശ്ശേരി നമ്പൂതിരി എന്നാണ് കേട്ടിരിക്കുന്നത്. താങ്കൾ നുണ പറയാനും തുടങ്ങിയോ? താൻ ഒളിപ്പിച്ചു വെച്ച മുണ്ടിന്റെ കാര്യം ആ ബാലൻ കണ്ടുപിടിച്ചതിന്റെ ജാള്യം അദ്ദേഹത്തിനുണ്ടായെങ്കിലും ഇത് ഗുരുവായൂരപ്പന്റെ ഹിതം അതായിരിക്കാം എന്ന് വിചാരിച്ച് ആ വിശേഷപ്പെട്ട മുണ്ട് അദ്ദേഹം ഈ ബാലന്റെ കൈകളിൽ വച്ചുകൊടുത്തു. എന്നിട്ട് ഇല്ലത്തേക്കു മടങ്ങി. ഗുരുവായൂർ മതിലകത്ത് വച്ച് നിസാരമായ ഒരു കാര്യത്തിന് നുണ പറഞ്ഞ വിഷമത്തിലാണ് തിരുമനസ് ഇല്ലത്തേക്കു പോയത്. അവിടെ കൂടെ നിന്നവരെല്ലാം ആ മിടുക്കൻ ബാലനെ അന്വേഷിച്ചെങ്കിലും ആർക്കും പിന്നീട് ആ ബാലനെ കാണുവാൻ പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെ നിർമാല്യത്തിന് മല്ലിശ്ശേരി തിരുമേനി ഉൾപ്പെടെ ഉള്ളവർ വന്നെത്തി. തിരുനട തുറന്നപ്പോൾ അതാ ഉണ്ണിക്കണ്ണന്റെ തൃക്കൈയിൽ തലേ ദിവസം മല്ലിശ്ശേരി തിരുമേനി കൊടുത്ത പാവുമുണ്ട്. മല്ലിശ്ശേരി അത്ഭുതപ്പെടുകയും ഭഗവാന്റെ ലീലാവിലാസം ഓർത്ത് കണ്ണീർ വാർക്കുകയും ഉണ്ടായി. ഭഗവത് ദർശനവും ആത്മസാക്ഷാത്കാരവും ലഭിച്ച നമ്പൂതിരി അധികം താമസിയാതെ ദിവംഗതനായി. ഈ മഹാനുഭാവന്റെ സ്മരണ നിലനിർത്തി ഇന്നും മല്ലിശ്ശേരി ഇല്ലത്തെ മൂത്ത ആൺപ്രജയ്ക്ക് കൃഷ്ണൻ എന്നാണ് പേരിട്ടു വരുന്നത്. ഗുരുവായൂരപ്പന്റെ കാരണവപ്പാടിന്റെ സ്ഥാനം ഇന്നും മല്ലിശ്ശേരി നമ്പൂതിരിമാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്.